ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഏവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. പെന്തക്കോസ്തിക്ക് ശേഷം 3-ാമത്തെ ഞായറാഴ്ച. ഈ ഏവൻഗേലിയൻ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. യേശു അവരോട് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഒന്നാമത്തെ ചിന്ത, ജീവന്റെ അപ്പം എന്ന അത്ഭുതം, ദ മിറക്കിൾ ഓഫ് ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം, അപ്പം എന്ന് വിശേഷിപ്പിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ആർട്ടോസ് എന്നാണ്. കേവലം ശാരീരികമായ പോഷണത്തിനപ്പുറം ആത്മീയ ജീവനം നിലനിർത്തുന്ന ഒരു ശാശ്വതമായ ആഹാരത്തെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. അലക്സാന്ദ്രിയ വിശുദ്ധ ക്ലെമീസ് പ്രകാരം പഠിപ്പിക്കുകയാണ്, ക്രിസ്തു തൻ്റെ വിശ്വസ്തർക്കായി നൽകുന്ന ജീവന്റെ അപ്പം ആത്മാവിനെ സ്വർഗീയ അമൃതനാൽ നിറയ്ക്കുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ നാം അനുദിന ആഹാരത്തിനായി അധ്വാനിക്കുന്ന പോലെ ആത്മീയ ആഹാരത്തിനായും ദാഹിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ആത്മീയ വിശപ്പിന് പരിഹാരമായി സ്വയം സമർപ്പിക്കുന്ന അത്ഭുതകരമായ പ്രഖ്യാപനമാണ്. മനുഷ്യൻ എന്തൊക്കെ ഭൗതിക നേട്ടങ്ങൾ കൈവരിച്ചാലും ആത്മാവിൽ ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന് നിത്യജീവൻ ലഭിക്കുകയില്ല എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആദ്യത്തെ ചിന്ത നമ്മളോട് പറയുകയാണ്, ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് ലോകത്തിലെ പ്രതിസന്ധിയിലും ആത്മീയ തകർച്ച സംഭവിക്കുകയില്ല. ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. അനുദിന ജീവിതത്തിൽ അവന്റെ വചനവും സാന്നിധ്യവും അനുഭവിക്കുമ്പോൾ കേവലം ആന്തരികമായ ദാഹത്തേക്കാൾ ആത്മീയമായ ദാഹവും വിശപ്പും മാറ്റപ്പെടുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യഥാർത്ഥ ജീവനായി ക്രിസ്തുവിനോട് നമുക്ക് കൂടുതൽ അടുത്തു വരാം. രണ്ടാമത്തെ ചിന്ത, യേശുവിലേക്കുള്ള ആത്മീയ പ്രയാണം, ദ സ്പിരിച്വൽ ജേർണി ടു ജീസസ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ക്രിയ, എൻ്റെ അടുക്കൽ വരുന്നവനെന്ന് എന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ക്രിയ എർക്കോമെനോസ് എന്നാണ്. ഇത് കേവലം ആ ഒരു ശാരീരികമായ വരവല്ല, മറിച്ച് ഹൃദയപൂർവമായ സമർപ്പണത്തോടുള്ള ആത്മീയ ഒരു യാത്രയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അന്ത്യോക്യയിലെ ഇഗ്നാത്യോസ് പറയുകയാണ്, ക്രിസ്തുവിലേക്ക് ഓടിയെടുക്കുക, കാരണം അവനാണ് പിതാവിലേക്കുള്ള ഒരേ ഒരു ജീവനും വഴിയും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വഴി വിനയത്തേതാണ്. ക്രിസ്തുവിലേക്ക് നമ്മൾ അടുത്തു വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും അവനെ നോക്കി കേന്ദ്രമാക്കി മാറ്റുകയും അവനെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുക, അതാണ് ക്രിസ്തുവിലേക്ക് അടുത്തു വരിക എന്നുള്ളത്. നമ്മുടെ ആത്മീയ യാത്ര ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ക്രിസ്തുവിലേക്കുള്ള യാത്ര ശ്രേഷ്ഠമായൊരു തീരുമാനമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ക്രിസ്തുവിലേക്ക് അടുത്തു വരണം. ക്രിസ്തുവിലേക്കുള്ള ഒരു ആത്മീയ പ്രയാണം. ഇന്ന് ഈ ലോകത്തിൽ ഏതിലേക്കൊക്കെയാണ് പ്രയാണം? ക്രിസ്തുവിലേക്കാണോ പ്രയാണം? അതേ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ചുള്ള പ്രയാണമാണ്? നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ ചിന്ത, ദ ഡിവൈൻ കോൾ ഓഫ് തേർസ്റ്റിംഗ് ഹാർട്ട്. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് പറയാം. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, വിശ്വാസം എന്നൊരു മതപരമായ ഒരാശയം മാത്രമല്ല, ജീവനെ പുതുക്കുന്ന ദൈവിക ഉറവിടമാണ്. ക്രിസ്തുവിലുള്ള ഹൃദയത്തെ ഉണർത്തുകയും ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ജീവജലം ഉള്ളിൽ ഒഴുകുമ്പോൾ ആത്മീയ വരൾച്ചയ്ക്ക് അവിടെ സ്ഥാനമുണ്ടാവുകയില്ല. ആത്മാവിൻ്റെ ദാഹം പലപ്പോഴും ദൈവം മനുഷ്യനെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന ശബ്ദമാണ്. ആ ദാഹത്തെ ലോകസുഖങ്ങളാൽ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിരാശ മാത്രം ലഭിക്കുകയുള്ളൂ. ഇന്ന് പലരും ഈ നിരാശ വരുന്നതിൻ്റെ കാരണം എന്താണ്? അത് വലിയൊരു കാര്യമാണ്. നിരാശ വരുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം ഈ ലോകത്തിലെ ദാഹങ്ങളുടെ ഒക്കെ, ഈ ലോകത്തിലെ ജലങ്ങളൊക്കെ കുടിക്കുമ്പോൾ അത് നിരാശയിലേക്ക് പോവുകയാണ്. എന്നാൽ ക്രിസ്തു നൽകുന്ന ജലം, ജീവന്റെ ക്രിസ്തുവിൽ നിന്ന് കുടിക്കുന്നവർക്ക് അതൊരിക്കലും ദാഹിക്കുകയില്ല എന്ന് പറയുകയാണ്. അവൻ്റെ അടുക്കൽ വരുന്ന ഹൃദയം ജീവന്റെ ജലത്താൽ എന്നേക്കും തൃപ്തിപ്പെടുത്തുമെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ആത്മീയ ദാഹം പലപ്പോഴും ഹൃദയത്തിലെ ശൂന്യതയുടെ അടയാളമാണ്. ഒരു ശൂന്യതയായിരിക്കുന്ന ഹൃദയത്തിൽ സമൃദ്ധി നൽകുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ കഠിനമായ ഡിപ്രഷൻ, വിഷമം, പ്രയാസം, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ദാഹം അകറ്റുവാനായിട്ട് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക്, ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കും തേടിപ്പോകില്ല, ക്രിസ്തുവിലേക്ക് അടുത്തു വരണം. അതാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നാലാമത്തെ ചിന്ത, നിസയിലെ ഗ്രിഗോറിയോസ് ഇതിനെക്കുറിച്ച് വലിയൊരു
ചിന്ത പറയുന്നുണ്ട്, ഒരിക്കലും വിശക്കാത്ത ജീവിതം, ദ ലൈഫ് ദാറ്റ് നെവർ ഹംഗേഴ്സ്. ഇതിനെക്കുറിച്ച് നിസയിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നത്, ദൈവത്തെ കണ്ടെത്തിയ ആത്മാവിന് ഇനി ഒരിക്കലും വിശപ്പില്ല, കാരണം അവൻ സകല സംതൃപ്തിയുടെ ഉറവിടമാണ്. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ആ പിതാവ് അങ്ങനെ പറയുമ്പോൾ ഒരു നാളും എന്നതിൻ്റെ ഒരു ഗ്രീക്ക് പദം വളരെ ഉറപ്പുള്ളൊരു വാഗ്ദത്തത്തെ സൂചിപ്പിക്കുകയാണ്. ആത്മീയ വിശപ്പ് എന്നത് ദൈവത്തിൽ നിന്നുള്ള അകലത്തിൻ്റെ ഫലമാണ്. ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആത്മാവിന് എന്താണ് ഭക്ഷണം കൊടുക്കുന്നത്? യേശുവിൻ്റെ അപ്പം ശരീരത്തിനും ആത്മാവിനും പോഷണമെന്നാണ് സുറിയാനിസഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ ലോകത്ത് ധനവും യശസ്സും ബന്ധുക്കളും ഒരിക്കലും പൂർണ്ണ സംതൃപ്തി നൽകിയില്ല. എന്നാൽ യേശുവിലൊരു പൂർണ്ണതയുണ്ട്, അവൻ നമ്മുടെ ഉള്ളിലെ ശൂന്യത നിറയ്ക്കും. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ഓരോ വചനം കൊണ്ടാണ്. യേശു ആ വചനം തന്നെ, അവനിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മിൽ പലരും പണത്തിനും കോങ്ങൾക്കും പിന്നാലെ ഓടി വിശപ്പ് വർദ്ധിപ്പിക്കുകയാണ്. യേശു മാത്രമാണ് ശാശ്വത പരിഹാരം. അവനിലേക്ക് തിരിയുക, അപ്പോൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും നിറവും നമുക്ക് അനുഭവിക്കാം. ഇത് പരീക്ഷിച്ചറിഞ്ഞവരുടെ സാക്ഷ്യമാണ്. അഞ്ചാമത്തെ ചിന്ത പറയുകയാണ്, ജീസസ് നോട്ട് ജസ്റ്റ് എ പ്രൊവൈഡർ. യേശു ദാതാവ് മാത്രമല്ല, ദാനം തന്നെ. നമ്മൾ ലോകത്തിൽ ഏത് മത ഗുരുവിനെ എടുത്തു നോക്കിയാലും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന, ദാനം ചെയ്യുന്ന മതഗുരുവിനെ കാണുവാൻ സാധിക്കും. പക്ഷേ യേശുക്രിസ്തു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. യേശു തന്നെയാണ് ജീവന്റെ അപ്പം, നൽകുന്നവനല്ല, മറിച്ച് ആ അപ്പം തന്നെ എന്ന് പറയുകയാണ്. അപ്പം നൽകുന്നതിനോടൊപ്പം തന്നെ അപ്പവും യേശു തന്നെയാണ്. ഇത് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. നാം അവനിൽ നിന്നെങ്കിലും എന്തെങ്കിലും സ്വീകരിക്കുന്നതിന് മുമ്പ് അവനെ തന്നെ സ്വീകരിക്കണം. ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ക്രിസ്തുവിൽ നിന്ന് ദാനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള വലിയൊരു ദൈവശാസ്ത്ര ചിന്ത ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ കേന്ദ്രം ക്രിസ്തുവിന്റെ വ്യക്തിത്വമാണ്. അവനെ ലഭിച്ചാൽ ജീവൻ ലഭിക്കുക എന്ന് പറയുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ക്രിസ്തുവിൽ നിന്ന് ദാനങ്ങൾ സ്വീകരിക്കുന്നു, പക്ഷേ ദാതാവിനെ ആവശ്യമില്ല. ദാതാവിനെ മറന്നുകൊണ്ട് ദാനത്തിന് വേണ്ടി മാത്രം പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിടെ പറയുകയാണ്, ദാതാവ് ദാനവും യേശു തന്നെയാണ്. ക്രിസ്തുവിനെ ആദ്യം സ്വീകരിക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എല്ലാം ലഭിക്കും. ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ അവൻ നൽകുന്ന അത് ദാനം മാത്രം സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന് വിരുദ്ധമാണ്. അവനെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തന്നെ സ്വീകരിക്കാതെ നമ്മൾ അവനിൽ എന്തെങ്കിലും ലഭിക്കാനായിട്ട് ശ്രമിക്കരുത്. അവനെ സ്വീകരിക്കുക, അപ്പോൾ നമുക്കെല്ലാം ലഭിക്കും. ആറാമത്തെ ചിന്ത പറയുകയാണ്, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് കണ്ടിട്ടും വിശ്വസിക്കാത്ത അവസ്ഥ. നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല, അത്ഭുതങ്ങൾ കണ്ടിട്ടും ഹൃദയം തുറക്കുന്നില്ല, കാഴ്ച വിശ്വാസത്തിന്റെ ഉറപ്പ് നൽകുന്നില്ല, മറിച്ച് മനസ്സിന്റെ കാഠിന്യം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ക്രിസ്തുവിലേക്ക് അടുത്തു വരുന്നില്ല. യേശുവിന്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പാണ്. ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടും തിരസ്കരിക്കപ്പെടുന്നത് മഹാദുഃഖകരമായ ഒരു കാര്യമാണ്. ഇവിടെ ശാരീരികമായ കാഴ്ചയല്ല, ഹൃദയത്തിന്റെ കാഴ്ചയാണ് ക്രിസ്തുവിനെ അറിയാൻ ആവശ്യമെന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുകയാണ്. കാഴ്ചകൾക്കപ്പുറത്തും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കാൻ നാം തയ്യാറാകണം. ഏഴാമത്തെ ചിന്ത പറയുകയാണ്, ദ ഫാദർ ഡ്രോസ്, ദ സൺ റിസീവ്സ്. പിതാവ് ആകർഷിക്കുന്നു, പുത്രൻ സ്വീകരിക്കുന്നു. പിതാവിന്റെ പ്രവൃത്തി തിരഞ്ഞെടുക്കലാണ്, പുത്രന്റെ പ്രവൃത്തി സ്വീകരിക്കലാണ്. ഇവ രണ്ടും രക്ഷയുടെ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. പിതാവ് നൽകാത്ത ഒരുവരും യേശുവിലേക്ക് വരുന്നില്ല, യേശു നിരസിക്കാത്ത ഒരുവരും പിതാവ് നൽകുന്നില്ല. ഈ ഐക്യം നമുക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം നൽകുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നിന്ന് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിതാവിനാൽ നമ്മൾ ആകർഷിക്കപ്പെടണം. അത് വലിയൊരു കാര്യമാണ്. ഇന്ന് ലോകത്തിൻ്റെ ആകർഷണങ്ങൾക്കനുസരിച്ച് ഓരോ
പിതാവിനെ വിട്ടിട്ട് ചിലർക്ക് വസ്തുക്കളോടായിരിക്കാം, ചിലർക്ക് ചില വ്യക്തികളോടായിരിക്കാം, ചിലർക്ക് പണത്തോടായിരിക്കാം, ചിലർക്ക് വാഹനങ്ങളോടായിരിക്കാം, പലതിൽ ആകർഷണം കണ്ടെത്തിയാണ്. ഇതാ കർത്താവ് പറയുകയാണ്, പിതാവ് ആകർഷിക്കണം. പിതാവിനോടുള്ള ആകർഷണം, ക്രിസ്തുവിനോടുള്ള ആകർഷണം. ക്രിസ്തുവിനെ പിതാവിനെ ആകർഷിക്കുമ്പോൾ പുത്രൻ അത് സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ പിതാവ് എനിക്ക് തന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുമെന്ന് യേശുക്രിസ്തു പറയുന്നത്. ഇവിടെ വിശ്വാസികളെ പിതാവായ ദൈവം യേശുവിന് നൽകിയ സ്വർഗീയ സമ്മാനമായിട്ടാണ് ഈ വചനം ചിത്രീകരിക്കുന്നത്. ഇത് നാം കേവലം യാചകരല്ല, മറിച്ച് പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത വിലയേറിയ അവകാശങ്ങളാണ്. ക്രിസ്തു നമ്മെ നോക്കുന്ന അത്യധികം മൂല്യമുള്ളവരായിട്ടാണ് എന്ന് ഈ ചിന്ത വ്യക്തമാക്കി കാണിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം വിലമതിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളതിനെല്ലാം അഭിമാനിക്കണം. ഈ ആത്മീയ പദവി നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. 8ാമത്തെ ചിന്ത പറയുകയാണ്, എവരി ബിലീവർ ഈസ് എ ഡിവൈൻ അപ്പോയിൻമെന്റ്. ഓരോ വിശ്വാസിയും ഒരു ദൈവിക നിയമനമാണ്. അതുകൊണ്ടാണ് അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കുറിലോസ് പറയുന്നത്, വിശ്വാസി എന്നത് ഒരു ആകസ്മികതയല്ല, മറിച്ച് പിതാവിന്റെ നിത്യമായ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. ഓരോ ആത്മാവും ക്രിസ്തുവിനുള്ള ഒരു വിലയേറിയ ദാനമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 9ാമത്തെ ചിന്ത പറയുകയാണ്, നിരുപാധികമായ ദൈവിക സ്വീകാര്യത, ദ അൺകണ്ടീഷണൽ ഡിവൈൻ അക്സെപ്റ്റൻസ്. തൻ്റെ അടുക്കൽ വരുന്നവനെ യേശുക്രിസ്തു ഒരിക്കലും പുറന്തള്ളുകയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഉറപ്പാണ്. നമ്മുടെ പഴയകാലത്തെ പരാജയങ്ങളോ പാപത്തിൻ്റെ വലിപ്പമോ സമൂഹത്തിൻ്റെ സ്ഥാനമോ ലോകർ നോക്കുന്ന പോലെ യേശു നോക്കുന്നില്ല. നീ എത്ര കുറവുള്ളതാണെങ്കിലും, നീ എത്ര കളർ കുറഞ്ഞതാണെങ്കിലും, നിന്റെ സാമ്പത്തികം കുറഞ്ഞതാണെങ്കിലും, നിനക്ക് സൗന്ദര്യമില്ലാത്തതാണെങ്കിലും, നിനക്ക് ഒത്തിരി കുറവുകളുണ്ടെങ്കിലും, ഇതാ ലോകം നിന്നെ മാറ്റി നിർത്തിയാൽ പോലും ആരും സഹായിക്കാനില്ലാത്ത ആ വ്യക്തിയാണെങ്കിലും യേശു പറയുകയാണ്, തകർന്ന ഹൃദയത്തോടും അനുതാപത്തോടും കൂടി വരുന്ന ആർക്കും യേശുവിൻ്റെ സന്നിധിയിൽ അഭയം കണ്ടെത്താം. ഈ വലിയ കാരുണ്യം ലൗകികമായ എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയാണ്. 10ാമത്തെ ചിന്ത പറയണ, പൂർണ്ണമായ ആത്മീയ കീടങ്ങൾ, കംപ്ലീറ്റ് സ്പിരിച്വൽ സബ്മിഷൻ ടു ഫാദർ. സ്വന്തം ഇഷ്ടമല്ല, മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറാനാണ് വന്നിരിക്കുന്നത് പറയുമ്പോൾ പൂർണ്ണ അനുസരണത്തിൻ്റെയും വിനയത്തിൻ്റെയും ഏറ്റവും ഉത്തമ മാതൃകയാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി പിതാവ് ഒരുക്കിയ പദ്ധതി നടപ്പിലാക്കുക എന്നായിരുന്നു യേശുവിൻ്റെ ഏക ലക്ഷ്യം. സ്വന്തം താല്പര്യങ്ങളേക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകാൻ യേശുവിൻ്റെ ജീവിതശൈലി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ എന്തായിത്തീരണം, നമ്മളുടെ മക്കൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ യേശുവിനോട് ആലോചന ചോദിക്കണം. യേശുവിനനുസരിച്ച് ജീവിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മളുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി ഒരിക്കലും നാം കടന്നു പോകരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ദൈവഹിതത്തിന് കീഴടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. 11ാമത്തെ ചിന്ത പറയുകയാണ്, സ്വാർത്ഥതയില്ലാത്ത ശുശ്രൂഷ ജീവിതം. യേശുവിൻ്റെ ഭൂമിയിലെ ജീവിതം പൂർണ്ണമായും സ്വാർത്ഥതയില്ലാത്തതിനും പരമാർത്ഥം നിറഞ്ഞതായിരുന്നു. ഈ ലോകത്തിൽ സെൽഫ്ലെസ് ലൈഫ് ഓഫ് ഡിവൈൻ ആൻഡ് മിനിസ്ട്രി, ഈ ലോകത്തിൽ സെൽഫ്ലെസ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ഈ ചിന്ത നമ്മുടെ സ്വാർത്ഥം നിറഞ്ഞ ആഗ്രഹങ്ങളെയും ഞാൻ എൻ്റെ എന്നുള്ള ആ സ്വാർത്ഥതയെ മാറ്റിക്കളയാനായിട്ട് ഉപകരിക്കണം. ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്കായി ജീവിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമുക്ക് ഈ വാചനം നമുക്ക് തുറന്നു തരുന്നത്, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് എന്നതിൽ ഒരു ഹൃദയപൂർവ്വം അനുതാപം അടങ്ങിയിരിക്കുന്നു. അനുതാപത്തിൻ്റെ വലിയ വാതിൽ യേശു തുറന്നിട്ടിരിക്കുകയാണ്. പാപ വഴികൾ ഉപേക്ഷിച്ച് രക്ഷൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് ഏവരെ അവിടുന്ന് സ്വാഗതം ചെയ്യുന്നു. പൂർണ്ണമായ ക്ഷമയും പുതിയ ജീവിതവും നൽകി അവൻ നമ്മെ പുതുതാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനല്ലാതെ എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല. ഇന്ന് സ്വന്തം ഇഷ്ടവും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ സ്വന്തം ഇഷ്ടം മാത്രം നിർവഹിച്ചുകൊണ്ട് പോകുന്ന ശുശ്രൂഷകരും അതോടൊപ്പം തന്നെ ക്രിസ്തീയ ആത്മീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരോടൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതല്ല ക്രിസ്തു പഠിപ്പിച്ചത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി എളിമപ്പെടുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. 12ാമത്തെ ചിന്ത പറയുകയാണ്, ഒട്ടും നഷ്ടമാകാത്ത ദൈവീയ കൃപ, ദ സീറോ ലോസ് ഓഫ് ഡിവൈൻ ഗ്രേസ്. പിതാവ് ഏൽപ്പിച്ച ഒരൊറ്റ ആത്മാവിനെ പോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന വിശ്വസ്തനായ ഇടയനാണ് യേശുക്രിസ്തു.
നമ്മുടെ ആത്മീയ യാത്രയിൽ പലവിധ വീഴ്ചകൾ സംഭവിച്ചാലും കർത്താവ് നമ്മെ പൂർണ്ണമായി കൈവിട്ട് കളയില്ല. അവൻ്റെ ഏറ്റവും വലിയ ദൗത്യം വെച്ചാൽ യേശുവിൻ്റെ ഒരു ആത്മാവിനെ പോലും, ഈ ലോകത്തിലൊരു ആത്മാവിനെ പോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ദൈവിക സംരക്ഷണം നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ ധൈര്യം നൽകുകയാണ്. യേശു വന്നിരിക്കുന്നത്, യേശു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തന്നെയാണ്. യേശുവിൻ്റെ മക്കളെ ഒരു കാരണവശാൽ അവരുടെ ആത്മാവ് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ സുവിശേഷവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. ഒരാത്മാവും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളേറെ പ്രതിസന്ധികൾ സഹിച്ചാലും അത് ക്രിസ്തുവിനെ പ്രതിയാണ് സഹിക്കുന്നത് എന്നുള്ളതാണ് കാര്യം നമ്മൾ മറന്നു പോകരുത്. 13ാമത്തെ ചിന്ത പറയുകയാണ്, കാഴ്ചയും വിശ്വാസവും ഒന്നിച്ചു പോകുന്നു. സീയിങ് ആൻഡ് ബിലീവിങ് ഗോ ടുഗദർ. പുത്രനെ കണ്ട് അവനിൽ വിശ്വസിക്കുക എന്നത് 2 ഘട്ടങ്ങളല്ല, മറിച്ച് ഒരൊറ്റ ആത്മീയ പ്രവൃത്തിയാണ്. കാഴ്ച എന്ന ആത്മീയ ഉൾക്കാഴ്ച സൂചിപ്പിക്കുന്നു. യേശു ആരെന്ന് തിരിച്ചറിയുന്നതോടെ വിശ്വാസം സ്വയം ഉണ്ടാകുന്നു. ഇത് കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രമല്ല, ഹൃദയത്തിൻ്റെ കാഴ്ചയാണ്. യേശുവിനെ ശരിക്കും കാണുന്ന അവനും വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് അവനെ കാണുന്നുണ്ട്, വിശ്വസിക്കാനായിട്ട് പലരും തയ്യാറാകുന്നില്ല. അവൻ ജീവിതത്തിൽ നൽകുന്ന അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവനിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് കാണാൻ സാധിക്കും. പുത്രനെ കണ്ട് അവനിൽ വിശ്വസിക്കുന്ന അവൻ നിത്യജീവൻ ഉണ്ടാകണം, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കണം എന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അവസാനത്തെ നാൾ വരെ, അവസാനത്തെ നാളിൽ ഈ വിശ്വസിച്ച ഏവനെ ഉയർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശു അങ്ങനെയാണ് പറയുന്നത്. 14ാമത്തെ ചിന്ത, പിറുപിറുപ്പിന്റെ ആത്മീയ അപകടം. അവരെ അവിടെ പിറുപിറുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. യഹൂദന്മാർ തനിക്കെതിരെ പിറുപിറുക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ അവർ പിറുപിറുക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ദൈവത്തിനെതിരെയോ മറ്റുള്ളവർക്കെതിരെയോ പിറുപിറുക്കുന്ന സ്വഭാവം നമ്മൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം. യേശുക്രിസ്തു കാണിച്ചു തരുന്ന ഏറ്റവും വലിയ നഗ്ന സത്യം ഇതാണ്. സ്വർഗീയ വെളിപ്പെടുത്തലിനെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നതിന് പകരം തങ്ങൾക്കിടയിൽ പിറുപിറുക്കാൻ തുടങ്ങി. ഇനിമേൽ പരാതികൾ പറയുന്നതിന് പകരം എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ഹൃദയം നമ്മൾ വളർത്തിയെടുക്കണം. 15ാമത്തെ ചിന്ത പറയുകയാണ്, മുൻവിധികളെ തകർത്തെറിയുക. ബ്രേക്കിംഗ് ഡൗൺ സ്പിരിച്വൽ പ്രെജുഡൈസസ്. യേശുവിനെ ഒരു സാധാരണ തച്ചൻ്റെ മകനായി മാത്രം കണ്ട മുൻവിധിയാണ് യഹൂദന്മാരെ സത്യം ഗ്രഹിക്കലിൽ തടഞ്ഞത്. ബാഹ്യമായ രൂപം നോക്കി അവർ യേശുവിൻ്റെ ആത്മീയ മഹിമയെ വില കുറച്ച് കണ്ടു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ശുശ്രൂഷകരെയോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ശുശ്രൂഷകരുടെയോ സഹോദരങ്ങളെയോ അവരുടെ ബാഹ്യമായ സാഹചര്യങ്ങൾ കണ്ട് മുൻവിധിയോടെ വിലയിരുത്തുന്നു നിർത്തണം. ആളുകളെ ലൗകികമായി നോക്കാതെ ഓരോരുത്തരുമുള്ള ദൈവിക സാന്നിധ്യം കൃപയും ബഹുമാനിക്കാൻ നമ്മൾ ശീലിക്കണം. അതാണ് ഈ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. 16ാമത്തെ ചിന്ത, ക്രിസ്തുവിനെ ജീവന്റെ അപ്പമായി സ്വീകരിക്കുക. അക്സെപ്റ്റിംഗ് ക്രൈസ്റ്റ് ആസ് ബ്രെഡ് ഓഫ് ലൈഫ്. ലൗകികം താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് ക്രിസ്തുവിന്റെ പ്രഖ്യാപനം നമ്മുടെ ആത്മീയ വിശപ്പ് മാറ്റാനുള്ള ഏക മാർഗമാണ്. ഈ സത്യത്തെ നിരസിച്ച യഹൂദന്മാർ ആത്മീയമായി പട്ടിണിയിലായി തീർന്നു. ലൗകികമായ താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ ഓടി എൻ്റെ ആത്മാവിനെ പട്ടിണിക്കിടരുത്. അനുദിന വേദവായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ തൻ്റെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ആത്മാവിൻ്റെ എന്ത് ഭക്ഷണമാണ്? ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആത്മാവിന് ഭക്ഷണം കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 17ാമത്തെ ചിന്ത, ഒബീഡിയൻസ് ടു ഡിവൈൻ വോയിസ്. ദൈവ സ്വരത്തോടുള്ള അനുസരണം. ദൈവം തൻ്റെ പുത്രനിലൂടെ സംസാരിച്ചപ്പോൾ യഹൂദന്മാർ വചനത്തിനെതിരെയാണ് സംസാരിച്ചത്. ദൈവവചനം തന്നെ തിരുത്തുമ്പോൾ അതിന് തർക്കിക്കാനോ വചനത്തെ നിസാരവൽക്കരിക്കാനോ നാം തുനിയരുത്. കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം കഠിനമാക്കാതെ കർത്താവെ സംസാരിക്കണമേ, അടിയൻ കേൾക്കുന്നെന്ന് പറഞ്ഞ് പൂർണ്ണമായി അനുസരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ദൈവസ്വരത്തെ നിഷേധിക്കരുത്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് പേര് ഈ വചനത്തെ നിസാരവൽക്കരിക്കുകയും അതിന് തർക്കിക്കാനൊക്കെ പോവുകയാണ്. അതല്ല, വചനത്തെ സ്വീകരിക്കുക, വചനത്തെ അനുസരിക്കുക, വചനത്തോട് ചേർന്ന് നിൽക്കുക. കൂട്ടായ പെറുപെറുപ്പുകളിൽ നിന്നുള്ള മോചനം. ഫ്രീഡം ഫ്രം കളക്റ്റീവ് മർമറിങ്. യഹൂദന്മാർ തങ്ങൾക്കിടയിൽ രഹസ്യമായ സംഘം ചേർന്ന് യേശുവിനെതിരെ പെറുപെറുക്കുകയായിരുന്നു. കാരണം ഇത്തരം കൂട്ടായ കുറ്റപ്പെടുത്തലുകൾ ആത്മീയ അന്തരീക്ഷത്തെ മലിനമാക്കും.
കുടുംബത്തിലോ സഭയിലോ ജോലി സ്ഥലത്തോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന കൂട്ടായ്മകൾ പങ്കാളികളാകാൻ നാം ഒരിക്കലും പോകുന്നു. ആരെങ്കിലും വെറുപെറുക്കാൻ ഏഷണി പറയാൻ വരുമ്പോൾ ആ സംഭാഷണത്തെ ദൈവസ്തുതിയിലേക്കോ പ്രത്യാശയിലേക്കോ തിരിച്ചുവിടാൻ നമ്മൾ മുൻകൈ എടുക്കണം. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മളുടെ ഇതിലൊക്കെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് പലരും സംസാരിക്കും. അപ്പോൾ അത് ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനുള്ള ഇതിലേക്ക് മാറ്റപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. വെളിച്ചത്തെ സ്നേഹിക്കുന്ന ജീവിതം, അതാണ് 19ാമത്തെ ചിന്ത. ലിവിങ് എ ലൈഫ് ദാറ്റ് ലവ്സ് ലൈറ്റ്. സത്യത്തിന്റെ വെളിച്ചം കൺമുമ്പിൽ വന്നിട്ട് ഇരുളിനെ സ്വീകരിച്ചതുകൊണ്ടാണ് യഹൂദന്മാർക്ക് യേശുവിന്റെ വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത്. വെറുവെറുപ്പ് ഇരുളിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അസൂയ, അവിശ്വാസം, വിദ്വേഷം തുടങ്ങിയ ഇരുളിന്റെ ചിന്തകളെ ഞാൻ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന തീരുമാനമെടുക്കുകയാണ്. ദൈവത്തിന്റെ വചനമാകുന്ന പ്രകാശത്തിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായി തുറന്നു കൊടുത്ത് വിശുദ്ധിയോടെ ജീവിക്കുക. എല്ലാ തിന്മയുടെ ശക്തികളും നമ്മളിൽ മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കുക. നന്മകൾ ലഭിക്കുമ്പോൾ മാത്രം ദൈവത്തെ സ്നേഹിക്കുകയും പ്രതിസന്ധികൾ വരുമ്പോൾ പെറുപെറുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. അനുഗ്രഹങ്ങളിലും പരീക്ഷണങ്ങളും ഒരുപോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഉറപ്പുള്ളൊരു വിശ്വാസ ജീവിതം നയിക്കണം. നന്മ ചെയ്യുമ്പോൾ ലോകത്തിൽ നിന്നും പരിഹാസങ്ങൾ എതിർപ്പുകളുണ്ടായാൽ നാം ഭയപ്പെടുകയോ തളരുകയോ ചെയ്തു. ലോകം എന്തു പറഞ്ഞാലും ശരി, കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ദൗത്യങ്ങൾ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ചെയ്തു തീർക്കാൻ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. 20ാമത്തെ ചിന്ത, ബാഹ്യമായ വിധി പ്രസ്താവനകൾ മാറ്റിവെക്കൽ. സ്റ്റോപ്പിംഗ് ഔട്ട്വേർഡ് ജഡ്ജ്മെന്റ്സ്. യഹൂദന്മാർ യേശുവിൻ്റെ ലൗകിക പശ്ചാത്തലം മാത്രം കണ്ടപ്പോൾ അവിടുത്തെ സ്വർഗീയ മഹിമ ദർശിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ബാഹ്യരൂപം പലപ്പോഴും വലിയ ആത്മീയ സത്യങ്ങളെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു കളയാൻ കാരണമാകും. അതുകൊണ്ട് ആളുകളുടെയോ സാഹചര്യങ്ങളോ അവരുടെ ബാഹ്യമായ രൂപവും പശ്ചാത്തലവും കണ്ട് വിലയിരുത്തുന്ന ശീലം പൂർണ്ണമായും നമുക്ക് നിർത്താം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ പലപ്പോഴും എളിയ രീതിയിലാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആന്തരിക മൂല്യങ്ങളെ, ആത്മീയ വശങ്ങളെ ബഹുമാനിക്കാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ലൗകികമായ അളവുകൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷകരെയോ സഹോദരങ്ങളെ അളക്കാൻ ഇനിമേൽ നമ്മൾ ഒരിക്കലും തുനിയരുത്. ബാഹ്യമായി ചെറുതും തോന്നുന്ന കാര്യങ്ങളിൽ പോലും ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യൻ ബാഹ്യമായി നോക്കുകയാണ്, ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത് എന്ന വചനസത്യത്തിൻ്റെ പാത നമ്മൾ തിരഞ്ഞെടുക്കണം. ലൗകികമായ കാഴ്ചകൾക്കപ്പുറം നിൽക്കുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങളെ മുറുകെ പിടിക്കാൻ വിശ്വാസത്തിൻ്റെ വഴിയിൽ നമ്മൾക്ക് സഞ്ചരിക്കാം. 21ാമത്തെ ചിന്ത പറയുകയാണ്, പരിചിതത്വം നൽകുന്ന ആത്മീയ അപകടം. ഓവർകമ്മിങ് ദ ഡേഞ്ചർ ഓഫ് ഫെമിലിയാരിറ്റി. യേശുവിനെയും അവിടുത്തെ മാതാപിതാക്കളും ചെറുപ്പം മുതൽ അറിയാമായിരുന്നു എന്ന ലൗകിക പരിചിതത്വമാണ് യഹൂദന്മാരുടെ അവിശ്വാസം വളർത്തിയത്. ആത്മീയ കാര്യങ്ങളിൽ അമിത പരിചിതത്വം പലപ്പോഴും ദൈവത്തോടുള്ള ആദരവ് കുറയ്ക്കാൻ കാരണമാകും. ദൈവവചനത്തോടും ആരാധനയോടുള്ള ഭക്തിയും ആദരവും അനുദിനം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് യാന്ത്രികമായി പോകരുത്. എനിക്ക് ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സന്ധ്യാപ്രാർത്ഥന നമുക്ക് കാണാതെ അറിയാം, ബൈഹാർട്ടാണ്. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ പരിചയത്വം വിചാരിച്ച് അത് ഹൃദയത്തിൽ നിന്നാണോ ചൊല്ലുന്നതെന്നുള്ളത് നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കും. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ ഇതെല്ലാം ഹൃദയത്തിൽ നിന്നാണോ ഒന്ന് ഒരു ചടങ്ങാക്കി മാറ്റാതെ ഹൃദയത്തിൽ നിന്ന് ചൊല്ലുവാനായിട്ട് സാധിക്കണം. ദൈവീക കാര്യങ്ങളും തിരുസന്നിധിയിൽ നിസ്സാരമായി കാണുന്ന യാന്ത്രികമായ ഭക്തി ഉപേക്ഷിക്കാൻ നമ്മൾ ഉറപ്പായിട്ടും തീരുമാനമെടുക്കണം. ദേവാലയത്തിലെ ശുശ്രൂഷകളെയും വചനപ്രഘോഷങ്ങളെയും കേവലം ഒരു വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണുന്ന രീതി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിനെ ഭയപ്പെടുന്നതാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പഠിപ്പിക്കുന്ന ദൈവഭയത്തിൻ്റെ മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാം. 22ാമത്തെ ചിന്ത, ഒളിച്ചിരിക്കുന്ന ഹൃദയവിചാരങ്ങളെ തിരിച്ചറിയുക. റെക്കഗ്നൈസിംഗ് ഹിഡൻ തോട്ട്സ്. യഹൂദന്മാർ പരസ്യമായിട്ടുള്ള തങ്ങൾക്കിടയിൽ രഹസ്യമായി പെരുപെടുത്തുന്നത്, എന്നാൽ മനുഷ്യൻ രഹസ്യമായി ചിന്തിക്കുന്ന സംസാരിക്കുന്ന കൃത്യമായി അറിയുന്നവനാണ് ക്രിസ്തു. നമ്മുടെ ഹൃദയത്തിൻ്റെ രഹസ്യ വിചാരങ്ങളും നമ്മൾ ആറ്റോടെങ്കിലും പറയുന്ന രഹസ്യവാക്കുകളും ദൈവം കേൾക്കുന്നുണ്ടെന്ന് ഓർക്കണം. പ്രിയമുള്ളവരെ, ആരും കാണാത്ത ഇടങ്ങളിലും വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഈ നിമിഷം നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ രഹസ്യ പാപചിന്തകൾ, രഹസ്യ പാപങ്ങൾ ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഹൃദയശുദ്ധിയോടെ ജീവിക്കാൻ നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. രഹസ്യ പാപങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കണം. ഇരുളിൽ ഒളിച്ചിരിക്കാതെ വെളിച്ചത്തിൻ്റെ മക്കളായ സത്യസന്ധതയോടെ ജീവിക്കുന്ന പാതയായിരിക്കും
നാം സ്വീകരിക്കേണ്ടത്. ദൈവഭയത്തോടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ അനുദിനം ശുദ്ധീകരിക്കുന്ന ആത്മീയ മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ദൈവസന്നിധിയിൽ അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വർദ്ധിച്ചിരിക്കുന്നത്. 23-ാമത്തെ ചിന്ത, പെറുവെറുപ്പെന്ന ആത്മീയ രോഗം, മർമറിങ് ആസ് എ സ്പിരിച്വൽ ഡിസീസ്. പെറുവെറുപ്പെന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനും അവിടുത്തെ പരമാധികാരത്തിലും വിശ്വസിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു വലിയ ആത്മീയ രോഗമാണ്. ഇത് മനുഷ്യനെ ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളയും. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ അസംതൃപ്തികളെ പോലും പെറുപെറുപ്പുകളാക്കി മാറ്റുന്ന ശീലം നമുക്ക് പൂർണ്ണമായി നിർത്താം. പരാതികൾ പറയുന്ന എൻ്റെ ആത്മീയ ശക്തി ചോർത്തിക്കളയുമെന്ന് ആഴത്തിൽ തിരിച്ചറിയണം. കഠിനമായ പരീക്ഷകൾ നേരിടുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ജീവിതത്തിൽ എന്തെല്ലാം കുറവുണ്ടായാലും ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുക. സാഹചര്യങ്ങളെ നോക്കി ദൈവത്തിനെതിരെ പെറുപെറുക്കുന്ന സ്വഭാവം മാറ്റാൻ നമുക്ക് തീരുമാനമെടുക്കാം. വചനം എന്നെ തിരുത്തുന്ന ഈ നിമിഷം മുതൽ സ്തുതിയോടെ ഒരു പുതിയ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെയും അവിടുത്തെ അഭിഷിക്തന്മാർക്കെതിരെയും അവിശ്വാസത്തോടെ സംസാരിക്കുന്ന രീതി നമുക്ക് ഒഴിവാക്കണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാനാണ് പൗലോസിലേക്ക് പറയുന്നത്. എല്ലാത്തിനും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. പെറുപെറുപ്പിലൂടെ മരുഭൂമിയിൽ നശിച്ചുപോയവരുടെ വഴിയില്ല, മറിച്ച് കർത്താവിനെ സ്തുതിച്ച് വിജയം നേടിയ വിശുദ്ധന്മാരുടെ പാതയെ നമുക്ക് സ്വീകരിക്കുവാൻ തയ്യാറാകണം. 24-ാമത്തെ ചിന്ത, മാൻസ് ഇന്നബിലിറ്റി ആൻഡ് ഗോഡ്സ് ഒംനിപൊട്ടൻസ്. മനുഷ്യന്റെ അശക്തതയും ദൈവത്തിന്റെ സർവശക്തി. മനുഷ്യന് സ്വന്തം ശക്തി കൊണ്ട് യേശുവിലേക്ക് വരാൻ കഴിയില്ല. പിതാവ് ആകർഷിക്കണം. നമ്മുടെ ആത്മീയ മരണാവസ്ഥയിൽ നമ്മെ ജീവിപ്പിക്കേണ്ട പിതാവിൻ്റെ ദൈവത്തിൻ്റെ സർവശക്തമായ ആകർഷണങ്ങളാണ്. എനിക്ക് സ്വന്തമായും ചെയ്യാൻ ഒന്നും കഴിയില്ലെന്നുള്ള വിനയത്തോടെ നാം ഓരോ ദിവസവും മടങ്ങി വരണം. യേശുവിലേക്കുള്ള ഓരോ ചൂടും ദൈവത്തിൻ്റെ കൃപയുടെ ഫലമാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ അശക്തത അംഗീകരിക്കണം. കർത്താവെ എന്നെ ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ എന്നെ ആകർഷിക്കണമേ, എന്നെ ആകർഷിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഞാൻ കൊണ്ട് എന്നെ കൊണ്ട് എല്ലാം സാധിക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം മാറ്റിക്കളഞ്ഞ് ദൈവത്തെ കൊണ്ടെല്ലാം സാധിക്കുമെന്ന വിശ്വാസത്തിലേക്ക് വരാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഞാൻ വിശ്വസിക്കുന്നു, അതിനാൽ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന അഹങ്കാരത്തോടെ അത് ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മളെ വിളിച്ചിരിച്ച് വേർതിരിച്ചവൻ്റെ ഇഷ്ടം. ഞാൻ ബലഹീനാകുമ്പോൾ തന്നെ ഞാൻ ശക്തനാണെന്ന് പൗലോസിന്റെ മാർഗം നാം തിരഞ്ഞെടുക്കണം. സ്വന്തം ശക്തി ഉപേക്ഷിച്ച് ദൈവശക്തിയിൽ ആശ്രയിക്കുന്ന വിനയത്തിന്റെ മാർഗം നാം സ്വീകരിക്കണം. 25-ാമത്തെ ചിന്ത, ഉയർപ്പിന്റെ ഉറപ്പും ആകർഷണവും. ദ സർട്ടനിറ്റി ഓഫ് റിസറക്ഷൻ ആൻഡ് അട്രാക്ഷൻ. പിതാവ് നമ്മെ ആകർഷിക്കുന്നതിന്റെ അന്തിമ ലക്ഷ്യം അന്ത്യദിനത്തിന്റെ ഉയർപ്പാണ്. ഇപ്പോഴത്തെ വിശ്വാസം ഭാവിയിലെ ഉയർപ്പിന്റെ ഉറപ്പാണ്. ഈ ജീവിതത്തിൽ മാത്രമല്ല, നിത്യതയിലേക്കുള്ള എൻ്റെ പ്രത്യാശ ഞാൻ യേശുവിൽ സ്ഥാപിക്കണം. മരണത്തെ ഞാൻ ഭയപ്പെടില്ല, കാരണം യേശു എന്നെ ഉയർപ്പിക്കും. ജീവിതത്തിലെ കഷ്ടതകൾക്ക് മാത്രമായി ജീവിക്കരുത്, നിത്യജീവനിലേക്ക് നോക്കി ജീവിക്കണം. മരണത്തെ എൻ്റെ ശത്രുവായി കാണുന്ന നിർത്തിയിട്ട് അതിനെ പരാജയപ്പെടുത്തി യേശുവിൽ ആശ്രയിക്കുവാൻ നാം തയ്യാറാകണം. ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്ന ഭൗതികവാദ മനോഭാവത്തെ പൂർണ്ണമായി ഒഴിവാക്കുക. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത അവസ്ഥ ഉപേക്ഷിക്കുക. ഉയർപ്പില്ലാത്ത ഒരു ക്രിസ്തു മതത്തെ, ഈ ജന്മത്തിൽ മാത്രമുള്ള വിശ്വാസം എന്നുള്ള ആ ഒരു കാര്യം ഒഴിവാക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർപ്പുണ്ട്. ഈ ജന്മം കഴിഞ്ഞിട്ട് ഈ ജീവിതം കഴിഞ്ഞിട്ട് മറ്റൊരു ജീവിതമുണ്ട്. ഇവിടെ ഈ ജന്മം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഈ ലോകം തീർന്നത് ചിന്തിക്കുന്നവർക്ക് ക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ ചുട്ട മറുപടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു ഉയർപ്പിന്റെ വെളിച്ചത്തിൽ ജീവിക്കുകയും മരണത്തെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ പാത നാം സ്വീകരിക്കാം. ശരീരത്തെ പോലും മഹത്വീകരിക്കപ്പെടുമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുന്ന മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാം. 26-ാമത്തെ ചിന്ത പറയുകയാണ്, ദൈവിക ഉപദേശത്തിന്റെ ശ്രേഷ്ഠത. എക്സലൻസ് ഓഫ് ഡിവൈൻ ടീച്ചിങ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിതാവിൽ നിന്ന് കേൾക്കുകയും അവനിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുമെന്നാണ്. ദൈവത്തിന്റെ ആകർഷണം മനുഷ്യന്റെ സ്വതന്ത്രമായ ഇച്ഛയെ ലംഘിക്കുന്നില്ല. അതൊരു മാഗ്നറ്റിക് പോലെ, ഒരു കാന്തം പോലെ ഹൃദയത്തെ ആകർഷിക്കുകയാണ്, എന്നാൽ നിർബന്ധിക്കുന്നില്ല. ദൈവം എന്നെ ബലം പ്രയോഗിച്ചല്ല, സ്നേഹത്തോടെ ആകർഷിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരുടെ സുവിശേഷം പങ്കിടുമ്പോൾ അവരെ നിർബന്ധിക്കാതെ സ്നേഹത്തോടെ ക്ഷണിക്കുക. ദൈവത്തിന്റെ ആകർഷണത്തെ ഞാൻ പ്രതിരോധിക്കാതെ എൻ്റെ ഹൃദയത്തെ തുറന്നുകൊണ്ട് പ്രതികരിക്കും. ഞാൻ എൻ്റെ മക്കളെയും സുഹൃത്തുക്കളെയും ബലം ഉപയോഗിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ അവർക്കായി പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ
കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഞാൻ ബലം പ്രയോഗിക്കുന്നതിന് പകരം സ്നേഹിക്കുന്ന ഒരു സാക്ഷിയാകാൻ ഞാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കും. ദൈവത്തിൻ്റെ രീതിയായ സ്നേഹത്തിൻ്റെ ആകർഷത്തെ ഞാൻ അനുകരിക്കാൻ തീരുമാനമെടുക്കണം. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സ്നേഹത്തിൻ്റെ ആകർഷത്തിൻ്റെ മാർഗത്തെ, യേശു തന്നെ ഉപദേശിച്ച മാർഗത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം. കർത്താവ് പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന ക്ഷണത്തിൻ്റെ പാത നമുക്ക് സ്വീകരിക്കാം. നിർബന്ധമില്ല, ക്ഷണം മാത്രം. ആ ദൈവിക മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാം. 27ാമത്തെ ചിന്ത, യേശുക്രിസ്തുവിന്റെ അതുല്യമായ ദൈവത്വം, ദി യുണീക് ഡിവൈനിറ്റി ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പിതാവിനെ ആരും കണ്ടിട്ടില്ല, ദൈവത്തിൽ നിന്നുള്ളവർ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തു വെറും ഒരു മനുഷ്യരുടെ പ്രവാചകൻ മാത്രമല്ല, അവിടുന്ന് ദൈവത്തിൻ്റെ സാക്ഷാൽ പ്രതിരൂപമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും കണ്ണുനീരുകളും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് പ്രാർത്ഥനയോടെ തീരുമാനമെടുക്കണം. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ നാഥ, ഞാനും നിന്നെ പൂർണ്ണമായി ദൈവമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശു രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാണെന്ന് ഏറ്റുപറയണം. അതാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കേവലം മനുഷ്യരുടെ ഉപദേശങ്ങളല്ല, സ്വർഗത്തിൽ നിന്നുള്ള കൽപ്പനകളാണെന്ന് നാം തിരിച്ചറിയണം. ലൗകികമായ അറിവുകൾ നേടുന്നതിനേക്കാൾ നാം പിതാവാം ദൈവത്തെ കൂടുതൽ അറിയാൻ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ദാഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ബാഹ്യമായ കണ്ണുകളാൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ അവിടുത്തെ സാന്നിധ്യം ഞാൻ ദർശിക്കണം. അതിനുവേണ്ടിയാണ് അത് വചനത്തിൻ്റെ വിശ്വസ്തയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉറപ്പോടെ ജീവിക്കാൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ദൈവത്തെക്കുറിച്ച് ലോകം പറയുന്ന പലവിധ തെറ്റായ കഥകൾക്കും സങ്കല്പങ്ങൾക്കും പിന്നാലെ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ബൈബിളിൽ യേശുക്രിസ്തുവിനോട് മാത്രം വെളിപ്പെട്ടുള്ളെന്ന് നമുക്ക് മനസ്സിലാക്കണം. മനുഷ്യ നിർമ്മിതമായ ആചാരങ്ങളെക്കാൾ വചന സത്യങ്ങളെ നമുക്ക് മുറുകെ പിടിക്കണം. പിതാവിനെ കണ്ടവനായ യേശുക്രിസ്തു നമ്മയും ഒരു ദിവസം പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അദൃശ്യനായ ദൈവത്തെ മുഖാമുഖം കാണുന്ന നിത്യതയുടെ ദിവസത്തിനായി നമുക്കൊരുങ്ങാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തക്കോസ്തിക്ക് ശേഷം 3ാമത്തെ ഞായറാഴ്ച എവൻഗേലിയൻ വേദഭാഗം 27 ചിന്തകളും നമുക്ക് ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാനുള്ള മാർഗങ്ങളായി തീരട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.